ന്യൂസ് ഡെസ്കിൽ നിന്നും ശ്യാം ബാബു കോരോത്ത് കൂടി ചേരുകയാണ്. ശ്യാം, ഇതിൽ വളരെ ശ്രദ്ധേയം എന്നത് ഇന്നിപ്പോൾ നോക്കൂ, ഈ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പല കോൺഗ്രസിന്റെ നേതാക്കന്മാരും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സൈബർ ഗ്രൂപ്പുകളൊക്കെ നരേന്ദ്രമോദി സർക്കാർ എന്തോ അമേരിക്കയ്ക്ക് വഴങ്ങി അല്ലെങ്കിൽ അമേരിക്കയുടെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നില്ല എന്നൊക്കെയാണല്ലോ ഈ കൂട്ടർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ 2014 ശേഷം നമ്മുടെ രാജ്യത്തിന് നേരെ എവിടെയെങ്കിലും ഏതെങ്കിലും ശക്തികൾ, അതിപ്പോൾ കമ്മ്യൂണിസ്റ്റ് ചൈന ആയിക്കോട്ടെ പാകിസ്ഥാൻ ആയിക്കോട്ടെ, ആരെങ്കിലും ഒരു ശബ്ദം ഉയർത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിന് തിരിച്ചടി നൽകാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സൈന്യത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം ഈ സർക്കാർ നൽകിയിട്ടുണ്ട്. പക്ഷേ UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അത് മുംബൈ ഭീകരാക്രമണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ആ കാലഘട്ടങ്ങളിൽ തുടർച്ചയായി നടന്ന ഒരു ഭീകരാക്രമണങ്ങൾക്കും ശക്തമായ മറുപടി നൽകുവാൻ അന്നത്തെ ന്യൂഡൽഹിയിൽ അധികാരത്തിലിരുന്ന ഭരണകൂടങ്ങൾക്ക് സാധിച്ചിരുന്നില്ല. ഇപ്പോൾ പി ചിദംബരത്തിൻ്റെ വെളിപ്പെടുത്തൽ നോക്കൂ, അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അന്ന് തിരിച്ചടി വേണ്ട എന്നൊരു നിലപാടിലേക്ക് ഈ സർക്കാർ എത്തിയത്, UPA സർക്കാർ എത്തിയത് എന്ന് അന്ന് ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ കൈകാര്യം ചെയ്തിരുന്ന ചിദംബരത്തെ പോലുള്ള നേതാക്കൾ വെളിപ്പെടുത്തുകയാണ്. ഗൗതം, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഭാരതത്തിന്റെ പുതിയ ഭാരതമാണ് എന്ന് നമ്മൾ എപ്പോഴും പറയുന്നത് കൃത്യമായി തന്നെ എന്തുകൊണ്ട് എന്ന് അടിവരയിട്ട് ഉറപ്പിക്കേണ്ട ഉദാഹരണങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ടുഡേ, ഇന്ത്യ TV ചാനലിൽ ആപ്കി അദാലത്ത് എന്നൊരു പരിപാടിയിൽ രഞ്ജിത് ശർമ്മ അന്ന് മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദിജിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ കൈയും കെട്ടി നോക്കി നിൽക്കുന്നു എന്ന നരേന്ദ്രമോദിയുടെ ചോദ്യത്തിന് രഞ്ജിത് ശർമ്മ അന്ന് ഏതാണ്ട് 10 വർഷം മുമ്പുള്ള ഒരു അഭിമുഖമാണ്. അന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അമേരിക്കയുടെ പ്രഷർ, അമേരിക്കയുടെ സമ്മർദ്ദം അതെങ്ങനെ നമ്മൾ കൃത്യമായി തന്നെ ഹാൻഡിൽ ചെയ്യുന്നത്. അന്ന് മോദിജി പറഞ്ഞൊരു ഉത്തരം, നമ്മളെ വീട്ടിൽ കയറി ഒരാൾ അതിക്രമം കാണിച്ചാൽ മറ്റൊരാളെ വീട്ടിൽ പോയിട്ട് അനുവാദം തേടി ഓച്ചാനിച്ച് നിൽക്കുകയല്ല വേണ്ടത്, തിരിച്ച് അവന്റെ നെഞ്ചത്ത് കയറി അത് തിരിച്ചടി നൽകണമെന്ന്. ആ ഒരു മെന്റാലിറ്റിയാണ് അന്ന് നരേന്ദ്രമോദി പറഞ്ഞതെങ്കിൽ അതിനുശേഷം അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിലെത്തിയപ്പോൾ അത് കൃത്യമായി തന്നെ കാണിച്ചു കൊടുത്തു. ഉറിയിൽ നമ്മളത് കണ്ടതാണ്, ബലാക്കോട്ടിൽ നമ്മൾ കണ്ടതാണ്, ഏറ്റവും ഒടുവിൽ പഹൽഗാമിന് ശക്തമായ മറുപടിയുമായി ഓപ്പറേഷൻ സിന്ദൂർ നമ്മളത് കണ്ടതാണ്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്നത്തെ UPA സർക്കാർ, വിശേഷിച്ച് മൻമോഹൻ സിംഗ് സർക്കാർ പൂർണ്ണമായും ബാഹ്യ സമ്മർദ്ദത്തിൽ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കയുടെ സമ്മർദ്ദത്തിൽ തന്നെയായിരുന്നു കാര്യങ്ങൾ നടത്തിയിരുന്നതെന്ന്. അതായത് ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം പ്രധാനമായും നടക്കുമ്പോൾ നേരെ അമേരിക്കയിലേക്ക് വിളിച്ച്, ഒബാമയായാലോ അതിന് മുമ്പത്തെ പ്രസിഡന്റ് ആയാലോ അവരെ വിളിച്ച് ഇതാ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്, എന്താണ് ചെയ്യുക എന്ന് വിറഞ്ഞലിച്ചുകൊണ്ട് ഭയത്തോടു കൂടി ഒരു ആശ്രയ തേടിക്കൊണ്ട് ഓടിപ്പോകുന്ന ഒരു മനോഭാവം, അതിന്റെ വ്യക്തമായ തെളിവാണ് ഇന്നിപ്പോൾ ചിദംബരം മുന്നോട്ട് വെക്കുന്നതെന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് ഗൗതം ചൂണ്ടിക്കാണിച്ച രണ്ടാമത്തെ കാര്യം. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഒരുപക്ഷെ പാർലമെന്റിൽ ചർച്ച നടന്ന സമയത്തൊക്കെ കോൺഗ്രസ് നേതാക്കൾ, വിശേഷിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിച്ചത് ഞങ്ങൾ അമേരിക്കയുടെ, അതായത് അമേരിക്കൻ പ്രസിഡന്റിന്റെ എല്ലാ വിധത്തിലുമുള്ള ചട്ടങ്ങൾക്കും ഇതാ കീഴ്പ്പെട്ടു പോയി എന്നുള്ള രീതിയിൽ കേന്ദ്ര സർക്കാരിനെ കളിയാക്കിയിരുന്നു. അന്നും പ്രധാനമന്ത്രി നെഞ്ചിലടിച്ച് പറഞ്ഞത് ഒരാൾ പറഞ്ഞത് ഞങ്ങൾ കേട്ടിട്ടില്ല. വെടിനിർത്തൽ അവരിങ്ങോട്ട് ആവശ്യപ്പെട്ടു, അവരിങ്ങോട്ടേക്ക് കൃത്യമായി തന്നെ അഭ്യർത്ഥിച്ചു, ഇതൊന്ന് നിർത്തി തരുമോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതും ബാക്കി നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത്. എന്നാൽ കോൺഗ്രസ് ഇതേ മനോഭാവത്തിലാണ് അവർ കാര്യങ്ങളെ കണ്ടത്. അതുകൊണ്ട് തന്നെ അവർ അങ്ങനെ ആയിരിക്കും കാര്യങ്ങളെന്ന് വിചാരിച്ചു കൊണ്ടൊരു രാഷ്ട്രീയ തന്ത്രമാണ് ഏറ്റവും ഒടുവിൽ നടത്തിയത്. എന്തായാലും ചിദംബരത്തിന്റെ ഈ ഒരു വെളിപ്പെടുത്തൽ, ഈ ഒരു കുറ്റസമ്മതം, ഇത് വൈകിപ്പോയി എന്നുള്ള പ്രതികരണമാണ് BJP മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇത് പുതിയ ഭാരതമാണ്. പുതിയ ഭാരതത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്, അതിന്റെ എത്രത്തോളം വലിയ മതിപ്പ് നമുക്ക് ഓരോ ഭാരതീയനും ഉണ്ടാവേണ്ടതുണ്ട് എന്നത് അടിവരയിട്ട് കാണാൻ സാധിക്കും ഈ ചിദംബരത്തിന്റെ വെളിപ്പെടുത്തലുമായി താരതമ്യം ചെയ്യുമ്പോൾ. ഗൗതം, വളരെ നന്ദി ശ്യാം ബാബു കോരോത്തൊപ്പം ജിഷ്ണു കൃഷ്ണൻ. ഇരുവരും പി ചിദംബരം നടത്തിയ, പ്രത്യേകിച്ച് മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പി ചിദംബരം വൈകി നടത്തുന്ന ഈ വെളിപ്പെടുത്തൽ സംബന്ധിച്ചാണ് ഇരുവരും വിശദമായ റിപ്പോർട്ട് പങ്കുവച്ചത്.